ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യം. അപ്പൂട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അതുകൊണ്ടല്ലേ അവന് വൃത്തികേട് കാണിച്ചത്. എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെട്ട് ക്ഷമിക്കാം. ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ അപ്പൂട്ടന്റെ ജീവിതം കളിച്ചിട്ടേ നേപ്പാളിലോട്ട് കടക്കാനുള്ള പ്ലാനാ. അവിടെ ഉണ്ടല്ലോ ഒരു മുറപ്പെണ്ണ്. ഇല്ല, അവൻ പോവില്ല. ഫ്ലൈറ്റിൽ കയറാനുള്ള ശേഷി ഉണ്ടെങ്കിലേ അവൻ പോകും. അവൻ പോവില്ല. നീ എന്ത് പിടിച്ചില്ലേ? നീ എന്നെ ഒതുക്കിയിട്ട് നാട് വിടാൻ തീരുമാനിച്ചല്ലേ? പോകുന്നതിന് മുമ്പ് നിനക്ക് എന്റെ വകയായിട്ടൊരു ചെറിയ പാരിതോഷികം തരാം. എന്റെ സൈക്കിൾ അടിച്ചവന്റെ രണ്ട് കാലുകൾ ഓടിക്കണം. പിന്നെ അശോകനും അതവരുടെ വെറും നമ്പറാ. കാശ് വാങ്ങിച്ചുള്ള പണി. എന്റെ കാശ് പോയോ? ഞാനല്ല, അവരെന്നെ അടിച്ചത്. അവിടെ തീരുമാനിക്കാം. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കുന്നല്ലേ പറഞ്ഞു. Rimboche तिम्रो हातबाट छुट्यो, अहिले छिनको कुरा हो। रिम्बोचेलाई त्यतिसक्यो छिटो खोजिन पर्यो के तिमी अझै हुन चाहँदैनौ? तिमीले काम गर्न सक्छौ। കൂടുതൽ വർത്താനം പറയണ്ട. താന് മുട്ടയ്ക്ക് വിചാരി വെച്ചോ. ആരാ? അയ്യോ, അവിടെ നിൽക്കാ. ഞാനിപ്പോ വണ്ടിയുണ്ട്. വിളിച്ചതല്ലേ? നമ്മൾ രണ്ടുപേരും നിൽക്കുന്നതാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പോയേക്കാം. അരച്ചു മൂട്ടി അപ്പുകുട്ടനെ തോപ്പിക്കാൻ കൈപ്പറമ്പിൽ അശോകമേനുവിന് കഴിയില്ല എന്ന് നീ ഇപ്പൊ മനസ്സിലാക്കില്ലേ? എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഒരടവും ഫലിക്കാതെ വരുമ്പോ
ഊഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. അല്ല, കേസ് കഴിയാതെ നിനക്ക് പോകാൻ പറ്റൂലല്ലോ. പോലീസുകാർ നേപ്പാളിൽ വന്ന് നിന്നെ പൊക്കും. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതി. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനമാണ്. ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പിൽ നാണം കേട്ടു. നാണം കിടന്നു അയാൾ ഇനിയും നാണം ഇനി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു. നന്നായി. അടുത്ത ആഴ്ച ഞാൻ പോകും. അതിനു മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാ നിന്നെ ഇപ്പൊ കണ്ട് യാത്ര ചോദിക്കാന്ന് വെച്ചത്. അരശമ്മൂട്ടിൽ അപ്പുക്കുട്ടൻ, ഈ മലമൂട്ടിക്കടവ് ദമയന്തിയായിട്ട് ഷൈൻ, സൈപ്പറമ്പിൽ അശോകൻ, അങ്ങ് മലമുകളിൽ നീപ്പാടിൽ അശ്വതിയായിട്ട് ഷൈൻ.